ഹായ് ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടു എന്ന്. എന്താണ് ഈ ആകാശ ചുഴിയെന്നും എന്താണ് അവിടെ സംഭവിച്ചതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ആക്ച്വലി ഈ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഈ ഒരു വിമാനം 218 യാത്രക്കാരുമായിട്ട് ലണ്ടനിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ യാത്ര തിരിച്ചത്. അവർ പോകുന്ന വഴി എന്താണ് പെട്ടെന്ന് 37,000 അടിയിൽ പറന്നുകൊണ്ടിരുന്ന ആ ഒരു വിമാനം 31,000 അടിയിലേക്ക് താഴ്ന്നു. അതായത് 6,000 അടി താഴേക്ക് അത് വീണുപോയി എന്നുള്ളതാണ്. കാരണം ഈ എയർ ടെർബുലൻസ് ആണ്. നമ്മൾ ടെർബുലൻസ് എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. ഈ വിമാനം പറക്കുന്നത് ഫുള്ളി എന്താണ്, ഈ വായുവിന്റെ മർദ്ദവും ഇതൊക്കെ ആയിട്ടാണ്. ഫുൾ എയറിന്റെ ഒരു കളിയാണ് വിമാനം. അപ്പോ ഒരു നിശ്ചിത എന്താണ്, ഒരു നിശ്ചിത എയറിന്റെ തോതിൽ അങ്ങനെ വായുവിന്റെ ഒരു ഘടനയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം ചെറിയ ചെറിയ ടെർബുലൻസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ചാടി ചാടിയൊക്കെ പോകും. നമ്മൾ വണ്ടി റോഡിൽ കട്ടർ ചാടി പോകും പോലെ വിമാനവും ചാടി ചാടി പോകാറുണ്ട്. അപ്പൊ ചെറിയ ചെറിയ മർദ്ദങ്ങൾ ഒഴിച്ച് പിന്നീട് വരുന്ന വലിയ തരത്തിലുള്ള ഗർത്തം പോലെയുള്ള സംഭവങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു പരിപാടിയാണ് ഈ എയർ ടെർബുലൻസ്. സോറി, ഈ എയർ ടെർബുലൻസ് എന്ന് പറഞ്ഞാൽ വലിയ ടെർബുലൻസ്, അതായത് ആകാശ ചുഴി അഥവാ എയർ പോക്കറ്റ് എന്ന് നമ്മൾ പറയും. അത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ എയർ ടെർബുലൻസ് കഴിഞ്ഞ് നേരെ എയർ പോക്കറ്റിലേക്ക് വീണു പോകുന്ന ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന്, അതായത് ഒരേ മർദ്ദത്തിൽ പൊക്കോണ്ടിരിക്കുന്ന ഈ അതിന്റെ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു വിമാനം പെട്ടെന്ന് ഒന്നുമില്ല, കറണ്ട് പോയതുപോലെ പെട്ടെന്ന് ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോൾ നേരെ കൂപ്പുകുത്തി താഴേക്ക് പോവുകയാണ്. പെട്ടെന്ന് ആ ഒരു 6,000 അടിയിലേക്കൊക്കെ ആ വിമാനം വീണു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന യാത്രക്കാരുടെ ഭീതി അത് എത്രത്തോളം ആയിരിക്കുമെന്ന് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഒരു ചെറിയ എയർ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ചെറിയ ചെറിയ തരത്തിലുള്ള അസ്വാഭാവിക ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ സാധാ വിമാനങ്ങളിലും മറ്റു വിമാനങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങൾ, അത് ചെറിയ ചെറിയ ടെർബുലൻസും ചെറിയ ചെറിയ കുലുക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആകെ പേടിച്ച് വിറച്ചണിക്കുക. ചിലരൊക്കെ അടുത്തിരുന്നിട്ട് അപ്പൊ തന്നെ എന്താണ് മറ്റേ ദൈവത്തെ വിളിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു 6,000 അടി എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ്, 2 കിലോമീറ്ററോളം താഴേക്ക് വിമാനം പെട്ടെന്ന് കൂപ്പുകുത്തുമ്പോൾ അകത്തിരിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം എല്ലാം തീർന്നു എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് പൗരൻ മരണപ്പെട്ടത്. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതാണ്, അല്ലാതെ എങ്ങും കയറി ഇടിച്ചും തലകുത്തി മറിഞ്ഞുമല്ല. പെട്ടെന്നുണ്ടായ ഒരു ഇതിലും മരണപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, വിമാനത്തിൽ കയറി ജസ്റ്റ് വണ്ടി ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് അങ്ങ് എന്താണ് പിന്നെ ഫുൾ ടൈം വാഷ്റൂം 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 അങ്ങനെ ജീവിക്കുന്ന ഒരു ടീമാണ് ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പോ എപ്പോഴും നമ്മൾ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. കാരണം ഈ വിമാനം തറയെ തൊടാതെ മുകളിൽ കൂടെ പൊക്കോണ്ടിരിക്കണേ, എപ്പോഴെന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നാല് നമുക്ക് ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു ടെർബുലൻസിൽ ഇതൊക്കെ വീണാലും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോ ഈ ഒരു വിമാനത്തിൽ 218 ഈ യാത്ര സ്റ്റാഫ് ഉൾപ്പെടെ 218 പേരെന്തോ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ എയർ പോക്കറ്റിൽ വീണ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൺട്രോൾ കിട്ടി എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഈ ഒരു സ്ഥിതി വളരെയധികം വഷളാക്കാത്തത്. ഒരുപാട് വിമാനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുന്നേയും ടെർബുലൻസിൽ ഈ എയർ പോക്കറ്റിൽ വീഴാറുണ്ട്, നമ്മളത് കേട്ടിട്ടുമുണ്ട്. ഇവിടെ പെട്ടെന്ന് അവർക്ക് ബാങ്കോക്കിൽ ഇറക്കാൻ പറ്റിയത് കൊണ്ട് എന്താണ് മറ്റുള്ളവരുടെ ഭീതി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതേ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഇതുപോലുള്ള ഒരു വിമാനം 2000-ലും ഇങ്ങനെ ഒരു ആകാശ ചുഴിയിൽ പെട്ടിട്ട് 83ഓളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏത് സമയം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് എപ്പോഴും ധരിക്കുക എന്നുള്ളതാണ്.
സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അല്ലെ. ചില എന്താ യൂട്യൂബിലൊക്കെ ഉണ്ട്, ചില ഏതോ ഒരു വിമാനം 24,000 അടിയിൽ അവിടെ എത്തിയപ്പോ അടിയിൽ പൊക്കോണ്ടിരുന്നപ്പോ അതിന്റെ മുകൾ ഭാഗം ഊരിത്തെറിച്ചു എന്നോ എന്തൊക്കെയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, അത് ഫേക്ക് ആണെന്ന് അറിയില്ല. അപ്പൊ അതുപോലെ ഇടയ്ക്ക് ആരോ ഇപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആരോ വിമാനം ഓടുന്നതിനിടയിൽ എമർജൻസി എക്സിറ്റ് പിടിച്ച് തുറന്നു എന്നോ ഇതൊക്കെ കാണാനിടയായി. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ധരിക്കാം. അതുപോലെ തന്നെ വലിയ ടർബുലൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഈ പെട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ വന്ന് തലയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തല കൂട്ടിപ്പിടിച്ച് താഴേക്ക് കുനിങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ ചെറിയ ചെറിയ ലഗേജുകൾ സീറ്റിന്റെ അടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമ്മളെ ഭാഗത്ത് സേഫ് ആയിട്ടിരിക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. എന്തായാലും നിങ്ങളുടെ ജേണിയൊക്കെ എന്തായാലും സേഫ് ആവട്ടെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.